വൈകിട്ടായപ്പോൾ മുതൽ മനുവേട്ടനെ നോക്കിയിരിക്കുന്നതാണ് കേട്ടോ. സന്ധ്യയായി, ഈ നേരമായിട്ട് ആൾ വന്നിട്ടില്ല. കുട്ടികൾക്ക് ഓണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആരും ഒരാൾ എൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്തു, ചേച്ചിയുടെ മുഖത്ത് നിറച്ച് പാടും കുണ്ടും കുഴിയാണല്ലോ, വല്ലതൊക്കെ ചെയ്ത് മാറ്റിക്കൂടെ എന്ന്. ഞാൻ ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ കുറഞ്ഞത് തന്നെ വലിയ കാര്യം. പിന്നെ ഫിൽറ്റർ ഇട്ട് വീഡിയോ എടുത്ത് ഇങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷേ എനിക്ക് ആ മുഖം വേണ്ട സോദര, എനിക്ക് എൻ്റെ മുഖം തന്നെ മതി. അപ്പോൾ ഉള്ള മുഖവും ഉള്ള കെട്ടിയാനെയും ഉള്ള 2 മക്കളെയും കൊണ്ട് ഞങ്ങളിതാ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. കുറേ കടകളിൽ കയറി ഇറങ്ങി, ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അളവിനൊത്ത് ചേരയില്ല. അവസാനം രാധാകൃഷ്ണയിൽ വന്നു. അവിടെ നിന്ന് കിട്ടുന്നതായിരുന്നു പ്രതീക്ഷ. കാരണം അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടല്ലോ. എല്ലാം നോക്കി, ഒരു രക്ഷയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയതേ ഇല്ല. ജോക്കുട്ടിന് ആവശ്യമുള്ളതും കിട്ടിയില്ല, അന്നക്കുട്ടിക്ക് ആവശ്യമുള്ളതും കിട്ടിയില്ല. കടകൾ കയറി ഇറങ്ങി മതിയായപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, വാ ഇനി പോകാം, രാത്രി ഇനി കറങ്ങാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. പോകുന്ന വഴി പിള്ളേർ പറഞ്ഞു, നമുക്കൊരു ജ്യൂസ് കഴിക്കാം അല്ലെങ്കിൽ ഷേക്ക് കഴിക്കാം. അങ്ങനെ ഒരു ഷോപ്പിൽ കയറി ഞങ്ങൾ ഷേക്ക് ഓർഡർ ചെയ്തു. 2 ഷാർജയും ജോക്കുട്ടന് ഒരു ഓറിയോ ഷേക്കുമാണ്. മനുവേട്ടനൊരു ഫലൂഡ പോലത്തെ എന്തോ ഒന്ന്. ഞങ്ങളതെല്ലാം കൈയിട്ട് വരുത്തുന്നു. പക്ഷെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഷേക്ക് ഒന്നിനും കൊള്ളില്ല. പിന്നെ അത് എങ്ങനെയൊക്കെയോ കുടിച്ച് ഞങ്ങളിതാ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ.